കഴിഞ്ഞ എപ്പിസോഡിന്റെ ലാസ്റ്റ് യോഹാന്റെ ഓപ്ഷൻ നടക്കുന്നതും അതിൻ്റെ ഇടയ്ക്ക് തേജോങ് എന്തോ പണി കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നതുമായിരുന്നു. ലാസ്റ്റ് കാണിച്ച സീനിന്റെ ബാക്കിയല്ല, അതിന് മുന്നേ നടന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. തേജോങ് യോൺഷിക്കിന്റെ വീട്ടിൽ നിന്ന് ക്യാമറയൊക്കെ കണ്ടുപിടിച്ചായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇനി അവിടെ നിൽക്കുന്നത് സേഫ് അല്ല എന്നറിയാം. അവരെയും കൂട്ടിക്കൊണ്ട് തേജുങ്ങിന്റെ അമ്മ മുന്നേ താമസിച്ചിരുന്ന സ്ഥലത്തേക്കാണ് വരുന്നത്. യോൺഷിക്കിന്റെ വീട്ടില് ആ ഒരു ക്യാമറ മാത്രമല്ല ഉണ്ടായിരുന്നത്, ബഗ് അത് ഇത് എന്ന് പറഞ്ഞ് കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. തേജുങ് അതൊക്കെ എടുത്ത് കാണിക്കുമ്പോഴാണ് യൂൻബിക്കും യോൺഷിക്കിനും യോഹാൻ അവിടെ വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ മനസ്സിലാവുന്നത്. യൂൻബി കാറിൽ നിന്ന് കുറച്ചുകൂടെ സാധനം എടുക്കാൻ വേണ്ടി പോകുമ്പം യോൺഷിക്കും കൂട്ടിന് പോകുന്നുണ്ട്. ആ സമയത്ത് തേജുങ് അവിടെ ടേബിളിലിരിക്കുന്ന മണ്ണിലൊക്കെ മൂടിയിരിക്കുന്ന അവരുടെ ഫോട്ടോസ് കാണുന്നുണ്ട്. അമ്മ, തേജൻ, തേജുങ് മൂന്നുപേരും കൂടി എടുത്ത ഫോട്ടോ. ഇവിടെ യോഹാൻ ഓപ്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയ ഡയലോഗ് അടിച്ചുകൊണ്ട് കൂടെ തന്നെയുണ്ട്. അപ്പോഴാണ് നമ്മുടെ വാർഡന്റെ അടുത്തുനിന്ന് ഒരു കോള് വരുന്നത്. തേജുങ് ജയിലില് രാവിലെ തൂങ്ങി മരിച്ചു എന്നാണ് പറയുന്നത്. പറയിപ്പിക്കുന്നത് വേറെ ആരുമല്ല, ചെടികാടാണ്. എന്തോ വശപ്പശകുള്ളത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണോ നിൽക്കുന്നത് എന്ന് അതേന്ന് വാർഡനും പറയുന്നുണ്ട്. അപ്പൊ തന്നെ യോഹാന് മനസ്സിലായി ചുമ്മാ പറയുന്നതാണെന്ന്. കോള് കട്ട് ചെയ്തിട്ട് നീ പറഞ്ഞതുപോലെ എന്നെ പറഞ്ഞിട്ടുണ്ട്, അത് നീ എനിക്കൊരു ഗോൾഡ് ബാർ ഉണ്ടാ എന്ന് ചോദിക്കുന്ന കേട്ടിട്ട് ഞാൻ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ പോവാണ്, നിങ്ങൾ ഇനി പറയുന്നതൊക്കെ ഇതിൽ റെക്കോർഡാവും, മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് ഇവിടെ യോഹാൻ ആയൻ്റെ അടുത്ത് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് എന്നാ തോന്നുന്നത്, റെഡി ആയിട്ടിരുന്നോളാൻ പറയാണ്. തേജുങ് എസ്കേപ്പ് ആയി എന്നും അവൻ തൻ്റെ അടുത്തേക്കാണ് വരികയെന്നും യോഹാന് നന്നായിട്ട് തന്നെ അറിയാം. തേജുങ്, യോൺഷിക്ക്, യൂൻബി ഇവരൊക്കെ കൂടെ യോഹാന്റെ തെറ്റുകൾ കണ്ടുപിടിക്കാനുള്ള തെളിവൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ആ സ്കൾപ്ചറിന്റെ ഫോട്ടോസും അതിന് ഏറെയായിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, അവരുടെയൊക്കെ ഡീറ്റെയിൽസ് വെച്ച് നോക്കുന്നുണ്ട്. തേജുങ്ങിന്റെ നടക്കും. ഇവിടെ ജയിലില് വാടൻ കിടന്നുറങ്ങുവാണ്. ചെടികാട് ഇപ്പോഴും കൂടെ തന്നെയാണ് ഉള്ളത്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കുറച്ച് പോലീസ് വരെ ഇരുന്നത്. വാടൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഓൾറെഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതിന് വാർഡനെ അറസ്റ്റ് ചെയ്യാനാ വന്നത് എന്ന് വിചാരിച്ചിരിക്കുമ്പം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഗാർഡിനെ. ഇതൊക്കെ എങ്ങനെയാ നടക്കുള്ളൂ എന്ന് അറിയാന്നുള്ള അഹങ്കാരത്തിൽ നിൽക്കുന്ന വാർഡനും. ഇന്നാണ് ഓപ്ഷൻ നടക്കുന്നത്. ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. 6.1 ബില്യണിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 7.58 എന്ന് പറഞ്ഞിങ്ങനെ മാറി മാറി വിളിക്കുന്നുണ്ട്. ആദ്യത്തെ എപ്പിസോഡിൽ യോഹാൻ ചെയ്തില്ലായിരുന്നോ, പ്രൈവറ്റ് റൂമിൽ ഇരുന്നിട്ട് ഓൺലൈനില് സംഖ്യ കൂട്ടി പറയല്, അതേ കണക്ക് പ്രൈവറ്റ് റൂമിലിരുന്ന് ആരോ അത് ചെയ്യുന്നുണ്ട്. ഒരുമാതിരി സംശയത്തോടു കൂടിയാണ് അങ്ങോട്ടേക്ക് യോഹാൻ നോക്കുന്നത്. പ്രൈസ് കൂട്ടി കൂട്ടി 9 ആയി. പ്രൈവറ്റ് റൂമിലുള്ള ആള് 10 ബില്യൺ ആക്കുന്നു. വേറെ ആരോ ഒരാളും ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണെന്ന് തോന്നുന്നു ആയ പറയുമ്പം അതെ ശരിയാണ്, പക്ഷെ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പൈസയൊന്നും ഉണ്ടാവേണ്ടതല്ലോ എന്ന് യോഹാൻ. ഓപ്ഷൻ മണിയൊക്കെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതേലീൻ്റെ ഫേസ് റിവീലിംഗ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ യോഹാൻ അർജന്റായിട്ട് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് മേലെ പ്രൈവറ്റ് റൂമിലേക്കാണ് പോകുന്നത്. പോകുമ്പോഴേ ആൾക്കാരെ കൂട്ടിയിട്ടാണ് പോകുന്നത്. പ്രതീക്ഷ പോകുന്നത് തേജുങ്ങിനെയാണെങ്കിലും അവിടെ കാണുന്നത് ദോക്യോങ്ങിനെയാണ്. ദോക്യോങ് എങ്ങനെ ഇവിടെ വന്നു, അതും യോഹാനെതിരായിട്ട് നിൽക്കുന്നു എന്ന് നമുക്കുള്ളത് പോലെ തന്നെ യോഹാനും സംശയം കാണുമല്ലോ. ആക്സിഡന്റില് നല്ല രീതിക്ക് അടിവിട്ടെങ്കിലും ദോക്യോങ് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് തേജുങ് വരുന്നുണ്ടായിരുന്നു. തേജുങ്ങിനെ കണ്ടതും കൊല്ല നടുങ്ങി പോകുന്നുണ്ട്. ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കേൾക്കണമെന്ന് തേജുങ്, എന്ത് പറഞ്ഞാലും കേൾക്കാന്ന് ദോക്യോങ്. 5 ഡയലോഗ് അടിക്കുന്നതിന് മുന്നേ തന്നെ പോലീസ് വന്ന് യോഹാനെ അറസ്റ്റ് ചെയ്യാണ്. ആരെയോ കൊന്നതിനും എവിഡൻസ് നശിപ്പിച്ചതിനും എന്നാണ് പറയുന്നത്. പർട്ടിക്കുലറായിട്ട് ആരെ, എന്തിന്, എങ്ങനെയെന്നൊന്നും പറയുന്നില്ല. യോഹാനെ കൊണ്ടുപോകുന്ന സമയത്ത് നടുവിരൽ നമസ്കാരം കൂടെ കാണിക്കുകയാണ്. ഇതിനൊക്കെ വെടിക്കെട്ട് കണക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. ഓപ്പോസിറ്റ് ആയ വരുന്നുണ്ട്. ഞാനെല്ലാം നോക്കിക്കോളാം, ജസ്റ്റ് നമ്മുടെ ഫ്രണ്ടിനെ മാത്രം വിളിച്ചാൽ മതി എന്ന് പറയുന്നു. ഇവിടെ ജയിലില് കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ദോങ്സു അഥവാ ഗ്യാങ്സ്റ്ററെ കാണിക്കുവാണ്. ആരോ വന്ന് വിളിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. സീൻ അങ്ങനെ കട്ട് ചെയ്ത് തേജു ഇങ്ങനെയാണ് കാണുന്നത്. യോഹാനെ അറസ്റ്റ് ചെയ്തായിരുന്നല്ലോ, അത് യൂൻബി ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട്. യൂൻഷിക്ക് എന്തോ വലിയ കാര്യം പോലെയാണ് ഒന്ന് പറയുന്നത്. പക്ഷേ യോഹാൻ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങുന്ന തേജുങ്ങിന് അറിയാം. കുറേ സാധനം എടുത്ത് വെച്ച് തേജുങ് പോവാൻ നിൽക്കുവാണ്. യോഹാനെ വെറുതെ പിടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അവൻ കുറേ സ്കൾപ്ചറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതടക്കം കാണിച്ച് പിടിച്ചു കൊടുക്കണം. ഇവിടെ ദോക്യുങ്ങിനെയും ജസ്റ്റ് ആയിട്ടൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വെറുതെ പിടിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ. അവിടെ ഇരിക്കുമ്പോഴ അഹങ്കാരാണ്. വെള്ളം അവരെ തുറന്നു തരാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് എറിഞ്ഞൊക്കെ കൊടുക്കുന്നു. അതൊക്കെ വിട്, എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. എനിക്ക് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം, ഡോക്ടർ അങ്ങനെയാ പറഞ്ഞതെന്നും പറഞ്ഞ് അവിടുന്ന് പോവാണ്. അതും പോകുന്ന സമയത്ത് ഡോറിനെ കാലടിച്ച് നല്ല വേദനയോടെയാണ് പോകുന്നത്. ഓപ്ഷനൊക്കെ കഴിഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോക്കണമല്ലോ യോഹന്. അതിൻ്റെ പരിപാടികളാണ് ആയ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഒരു ചീട്ടിലെ നമ്പർ എഴുതിയൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ട്രക്ക് ഉണ്ട്, അതിലാണ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പോയിട്ട് യോഹാനെ രക്ഷിക്കുകയെന്ന് പറഞ്ഞ് കില്ലർ ലേഡീനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. ഈ ട്രക്കൊക്കെ കുറച്ചങ്ങ് പോകുമ്പം ഹീറോയുടെ ഫ്രണ്ട്സ് ഒരു വണ്ടി വെച്ച് അവരെ തടഞ്ഞു വെക്കുന്നുണ്ട്. ആ സമയത്ത് ഒരു ട്രക്ക് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അതിന്റെ ഉള്ളിലാണ് തേജുവും ഉള്ളത്. അത്രയും നേരം പുറകെ വന്ന യൂൻബീന്റെ അടുത്ത് നീ പോയിട്ട് അച്ഛനെ നോക്ക്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞ് അവളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്നു. ഇവിടെ ഇപ്പോഴാണ് യോഹാനെ ലോക്കപ്പിൽ കൊണ്ടിടുന്നത്. ആ ലോക്കപ്പിന്റെ ഉള്ളിൽ ഓൾറെഡി ഉള്ള ആള് നിന്റെ അടുത്ത് പൈസ ഉണ്ടോ, ഇവിടെ ടെറിബിൾ ആയിട്ടുള്ള ഫുഡാണെന്നേ, കുറച്ച് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലോക്കിലേക്ക് നോക്കിയിട്ട് എനിക്ക് സമയമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ തന്നെ പുറത്ത് യോഹാനെ രക്ഷിക്കാനുള്ള ആൾക്കാർ വരുന്നുണ്ട്. 10-15 ആൾക്കാർ വന്ന് പോലീസ് സ്റ്റേഷൻ മൊത്തം ഒരു രക്തക്കളമാക്കുന്നുണ്ട്. ഡിറ്റക്റ്റീവ് ഓടി വന്നിട്ട് ഞാൻ നിങ്ങളുടെ ആളാണെന്ന് പറയാന്ന് ഓൾറെഡി കത്തിക്കുത്ത് ഏറ്റിട്ടാണ് വന്നിട്ടുള്ളത്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ഡോക്സ് കുത്തുന്നുണ്ട്, പുള്ളി തീർന്നു, അല്ലേലേ പണ്ടേ എഴുതി തള്ളിയതാണ്. അപ്പൊ യോഹാനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോക്സുവിനെ ജയിലിൽ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ ലോക്കപ്പിലുള്ള ആളെ വരെ കൊല്ലുന്നുണ്ട്. പുറത്തേക്ക് വരുമ്പോ ഫുള്ള് ഡെഡ് ബോഡീസ് ആണ്. അതിന്റെ ഉള്ളിൽ കൂടെ നല്ല വെള്ളം ഇട്ട് വരുന്ന യോഹാൻ ഡോക്സുവിന്റെ അടുത്ത് നിനക്കെന്താ വേണ്ടേന്ന് ചോദിക്കുമ്പം ഡോക്സുവിന് ആകെപ്പാടെ വേണ്ടത് തേജുങ്ങാണ്. എല്ലാവർക്കും തേജുങ്ങിനെ മതി, അത് ഞാൻ സെറ്റാക്കി തരാന്ന് യോഹാനും പറയുന്നുണ്ട്. പുറത്തേക്ക് വരുമ്പോ ഓൾറെഡി കില്ലർ ലേഡി നിൽക്കുന്നുണ്ട്. നീ പോയിട്ട് നിന്റെ വർക്ക് ചെയ്തോ, എന്നിട്ട് ഫോട്ടോ എടുത്ത് അയക്കണം എന്ന് പറയുന്നു. എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പം നീ എപ്പോഴും ചെയ്ത് നടക്കുന്ന് ഒരുമാതിരി സൈക്കോ ചിരിയോടെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. തേജുങ്ങ് സ്കൾപ്ചറും കൊണ്ട് യോഹാന്റെ വീടിന്റെ ഉള്ളിൽ കയറുന്നു. യോൺഷിക്ക് വീട്ടിൽ ആരോ വന്നതായിട്ട് മനസ്സിലാക്കി. യുൻബി ഇത്രയും പെട്ടെന്ന് വന്നു എന്ന് പറഞ്ഞ് നോക്കുമ്പം സീൻ അങ്ങനെ കട്ട് ചെയ്ത് പെടയ്ക്കുന്ന ദോക്യുങ്ങിനെയാണ് കാണുന്നത്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോക്യുങ്ങിന്റെ കഴുത്തില് ഒരു കയറങ്ങനെ പിടിച്ച് വലിച്ചു നിൽക്കുന്ന യോഹാൻ. ഇവിടെ ഇപ്പറ യോൺഷിക്കിനെ കാണാൻ വന്നത് ലേഡി കില്ലർ. യൂൻബിയും വരുന്നുണ്ട്. അച്ഛനെ അന്വേഷിച്ച് അകത്തേക്ക് വരുമ്പോ കാണുന്നത് ലേഡി കില്ലറെ കത്തി വെച്ച് കുത്തിക്കൊണ്ട് ഫോട്ടോ എടുക്കുന്നതാണ്. യൂൻബിനെ കണ്ടതും വിഷമിക്കണ്ട, നിന്റെ ഫോട്ടോ എടുക്കാന്ന് പറയുന്നു. ഇവിടെ ഇപ്പുറത്തെ ഡോക്യുമെന്റ് കഥ കഴിഞ്ഞു. സൈക്കോ പോലെ ചിരിച്ച് കൊന്നതിന് ശേഷം വല്ലാത്ത ഡയലോഗ് കടിച്ചിട്ടാണ് പോകുന്നത്. തേജോങ് പോലും ലേഡി കില്ലറിന്റെ അടുത്ത് കുറച്ച് ടഫായിട്ടാണ് പിടിച്ചു നിൽക്കുക. അപ്പൊ യൂൻബിക്ക് പറ്റുമോ? ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് യോൺഷിക്ക്, പക്ഷെ മോക്ക് എന്തെങ്കിലും പറ്റിയാല് യോൺഷിക്കിനെ സഹിക്കാൻ പറ്റൂ. നേരത്തെ കത്തി കുത്തി ഇറക്കി വെച്ചത് ഇപ്പോഴും നെഞ്ചി തന്നെയുണ്ട്. അതും വെച്ചോണ്ട് മോളുടെ അടുത്ത് പോകാൻ പറഞ്ഞ് കില്ലർ ലേഡീനെ പിടിച്ചു വെക്കുന്നുണ്ട്. അവളാണെങ്കിൽ ആ കത്തി കുറച്ചും കൂടെ ഒരുമാതിരി കിള്ളി എടുക്കുന്ന കണക്കാക്കി കുത്തി ഇറക്കിയിട്ടാണ് കത്തി എടുത്ത് പുറത്തേക്ക് പോകുന്നത്. പുറത്തേക്ക് വന്നതും ഒരു ബൈക്ക് വന്ന് തട്ടുന്നു. ബൈക്ക് മാത്രമേ ഉള്ളൂ. അവള് താഴെ വീണതും യൂൻബി വന്ന് കയ്യിൽ കുത്തിയിട്ട് അകത്ത് അച്ഛനെ നോക്കാൻ പോകുന്നുണ്ട്. യോൺഷിക്കിന്റെ അവസ്ഥ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പം അവള് വന്ന് പിടിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പുറത്ത് തേജുങ് അകത്ത് വരെ വന്നല്ലോ. ആരും ഇല്ലാത്ത സമയത്ത് അവൻ കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സാധനങ്ങൾ എടുത്തോണ്ട് യോഹാനെയാണ് വിളിക്കുന്നത്. നീ ശരിക്കും കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, വീട്ടിലേക്ക് വരുന്നോ, ഞാൻ ക്ഷണിക്കുന്നു എന്ന് യോഹാൻ പറയുമ്പം തേജുങ് ഓൾറെഡി യോഹാന്റെ വീട്ടിലാണ് എന്നുള്ളത് യോഹാനെ മനസ്സിലാവുന്നുണ്ട്. ആകെപ്പാടെ ഷോക്കായിട്ട് നിൽക്കുമ്പം ഇപ്പോഴും ഫണ്ണായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വായോ, എന്തെങ്കിലുമൊക്കെ പറയാന്ന് തേജുങ്. ഇവിടെ യോഹാൻ ടെൻഷനായിട്ട് കാറ് റാഷ് ഡ്രൈവ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് ദേഷ്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. തേജുങ് ഓൾറെഡി യോഹാന്റെ സെക്യൂരിറ്റി റൂമിലാണ് ഉള്ളത്. അതെങ്ങനെയും ഓപ്പൺ ആക്കി എന്തെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആകെപ്പാടെ പണി പാളി വാർണിംഗ് അടിക്കുന്നു. ഡോർ അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് മിസ്സിനെ പുറത്തേക്ക് ഇരുന്നുണ്ട്. ജി ചാമുക്കിന്റെ തന്നെ ഹീലർ എന്ന് പറയുന്ന സീരീസിൽ ഇതേ കണക്കൊരു സീൻ ഉണ്ടായിരുന്നു. നൊസ്റ്റു തേജുങ്ങ് പുറത്തേക്ക് വരുമ്പം അവിടെയുണ്ട് ഡോഗ്സ് നിൽക്കുന്നു. ഭയങ്കര ഹാപ്പി തേജുങ്ങിനെ കണ്ടതില്. അവൻ്റെ അടുത്ത് പറയുന്ന പോലും ഉണ്ട്, ഇപ്പോഴൊക്കെ ഞാൻ ദൈവവിശ്വാസം തുടങ്ങി നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ചെന്ന്. അപ്പോഴേക്കും ഒരുപാട് ബോഡി ഗാർഡ്സും വരുന്നുണ്ട്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അടിയാൾക്കൾ. ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ്. അത്രയും ആൾക്കാരെ സിമ്പിളായിട്ട് തേജുങ്ങ് അടിക്കും. അവസാനം വരുമ്പം ഡോഗ്സിന്റെ കൂടെയാണല്ലോ ഫൈറ്റ് വേണ്ടത്. എല്ലാരെയും അടിച്ചിട്ട് പരുവാക്കി ഡോഗ്സിന്റെ കൂടെയാണ് പിന്നെ അടി. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചടിച്ച് അവസാനം ഡോഗ്സിന്റെ നെഞ്ചില് കത്തി കുത്തി ഇറക്കി. അങ്ങനെ ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് യോഹാൻ വരുന്നത്. കയ്യില് ഗണ്ണും ഉണ്ട്. ഡയലോഗ് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഗൺ ഷോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം തേജുങ് അവിടെ ഇവിടെ ഒളിഞ്ഞറിഞ്ഞ് നിൽക്കുവാണ്. തേജുങ്ങിനോട് കുടിക്കുന്നോന്നും ചോദിച്ച് ഡ്രിങ്ക്സ് എടുത്ത് കുടിച്ചുകൊണ്ടിരിക്കുമ്പം നാളെ രാവിലെ ആവുമ്പം നിന്റെ ഈ മോൺസ്റ്റർ ഫേസ് എല്ലാരും അറിയുന്നു. ഓ അപ്പോഴേക്ക് നീ വന്ന് അവിടുന്ന് എവിടെയൊക്കെ എടുത്തല്ലേ. പക്ഷെ ഒരു കാര്യമില്ല, കാരണം അതിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ക്ലീൻ ആക്കുന്ന രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ശരിക്കുള്ള എവിഡൻസ് എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ തേജുങ്ങിന് തന്നെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേജുങ് ഇങ്ങോട്ടേക്ക് വരുന്ന യോഹാൻ അറിയാം. യോഹാൻ പറഞ്ഞിട്ടാണ് ഇവനകത്തേക്ക് വിട്ടത് പോലും. ആ ഗ്യാലറിയിൽ നിന്ന് ട്രക്കൊക്കെ വരുന്നതിന് മുന്നേ ഒരു ലെറ്റർ അവിടെയുള്ള ആൾക്ക് കൊടുത്തായിരുന്നല്ലോ. നമ്പറാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ളത് അവനെ അകത്തേക്ക് വിട്ടേക്കെന്നാണ്. അതുകൊണ്ടാണ് ഇവിടെയുള്ള ആൾക്കാർ ഇവനെ കണ്ടിട്ട് പോലും അകത്തേക്ക് വിട്ടത്. ഈവൻ തേജുങ് വന്ന സമയം ഇവൻ വന്നിട്ടുണ്ട് എന്നുള്ളത്
അറിയിച്ചിട്ട് പോലും ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കിത് തീർക്കാന്ന് യോഹാൻ തേജുങ് എണീറ്റ് വരുന്നുണ്ട്. പക്ഷെ ആ സമയത്താണ് അങ്ങോട്ടേക്ക് യൂൻബീനെ കില്ലർ ലേഡി കൊണ്ടുവരുന്നത് കാണുന്നത്. അത് അത്യാവശ്യം നല്ലവണ്ണം അടിയിട്ടിയ അവസ്ഥയിലാണ് അവള് വരുന്നതും. അത് യോഹാന് ഭയങ്കര ഫണ്ണി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിനക്ക് അവളെ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ദോക്സുനെ അങ്ങ് കൊന്നേക്ക്. അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ നിനക്ക് ശല്യമാണ്, എപ്പോഴും ഇങ്ങനെ പുറകെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അങ്ങ് കൊന്നേക്ക്, നിനക്കും ബെനിഫിറ്റ് അല്ലേ. അവനെ നീ കൊല്ലുവാണെങ്കിൽ അവളെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കാം. തേജു ഇങ്ങനെ കൊണ്ടുണ്ടോ പറ്റുന്നു, കത്തി താഴെ ഇടുവാണ്. നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് എനിക്കറിയാം, നിനക്ക് ഒരു ചെടീനെ പോലും കൊല്ലാൻ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞ വാളെടുത്ത് ഡോക്സുവിനെ അവിടുന്ന് കൊല്ലുന്നുണ്ട്. അതും ചോര ഇങ്ങനെ പൊള ഒഴുകുന്ന കണ്ടിട്ട് ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ട്. എന്നിട്ട് തേജുങ്ങിന്റെ കാലം ചെറുതായിട്ടൊന്ന് വരഞ്ഞു വിടുന്നു. നിനക്കേ ആ സ്കൾപ്ചർ കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നീ വിചാരിച്ചത് കറക്റ്റ് ആണ്. നിന്നെ ഞാൻ കൊന്നതിന് ശേഷം അതിന്റെ ബ്ലെയിം എടുക്കാൻ പോകുന്നത് യൂൻബിയാണ്. മറ്റേ കയറിട്ട് വലിക്കുന്നതിനെ കൂട്ട് ഒരു പെണ്ണ് കരയുന്നതിനെ കൂട്ടുള്ള ആ ഒരു സ്കൾപ്ചർ ഉണ്ടല്ലോ 100ാമത്തത്, അതേ യൂൻബിക്കാണെന്ന്. അതും പറഞ്ഞ തേജു ഇങ്ങനെ കുത്താൻ വരുന്നുണ്ട്. അങ്ങനെ അവര് തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ്. ഇതിന്റെ ഇടയ്ക്ക് യൂൻബീനെ രക്ഷിക്കാൻ പോകുമ്പം കില്ലർ ലേഡി വന്ന് തേജു ഇങ്ങനെ അടിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫൈറ്റ് പോയിക്കൊണ്ടിരിക്കുവാണ്. ഭയങ്കരമായിട്ടുള്ള ഫൈറ്റ്. കില്ലർ ലേഡീന്റെ കാര്യം തീർത്ത് യോഹാനെ അടിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം മേടിച്ചു കൂട്ടിയിട്ട് ചിരിച്ചോണ്ടിരിക്കുകയാണ്. തേജുങ്ങ വാളെടുക്കാൻ പോകുന്ന സമയം കൊണ്ട് ചിരിച്ചോണ്ട്, ഇവിടെ വെച്ചാണ് ഞാൻ നിന്റെ ജീവിതം നശിപ്പിച്ചത്, നിന്റെ അനിയനെ കൊന്നതും എന്നും പറഞ്ഞ് അനിയനെ കൊന്ന വീഡിയോ വരെ വെച്ചു കൊടുക്കുവാണ്. സ്വന്തം കുട്ടീനെ കണക്ക് നോക്കി വളർത്തിയ ചെക്കൻ മരിക്കുന്നത് എന്നെ കാണിച്ചു തരുമ്പം എത്രത്തോളം ദേഷ്യം വരും. എന്നിട്ട് അതെല്ലാം കാണിച്ചു കൊടുത്തിട്ട് പ്രാന്തിനെ കണക്കിരുന്ന് ചിരിക്കുന്നു. തേജു ഇങ്ങനെ നല്ല ദേഷ്യം വന്ന ആ വാളെടുത്ത് തോളിനോട് കുത്തിയിറക്കുന്നുണ്ട്. എന്നിട്ട് ഇരുന്ന് പ്രൊവോക്കിയാണ് ഭയങ്കരമായിട്ട്. ആ സ്ക്രീൻ വെച്ചിട്ടല്ലേ ഇത്രയും പണി ചെയ്തത്, ആ സ്ക്രീനിനോട് തന്നെ വാളും കൂടെ വെച്ച് കുത്തി അങ്ങ് അമർത്തുന്നുണ്ട്. കൊന്നിട്ട് പോടാന്ന് യോഹാൻ. എങ്ങനെയെങ്കിലും തേജു ഇങ്ങനെ ഒരു കൊലപാതക ആക്കി അടങ്ങുള്ളൂ എന്നാണ് തേജു ഇങ്ങനെയെങ്കിൽ. നിന്നെയൊക്കെ കൊന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാണെന്ന് തേജുങ്. ഒന്നും മാറാൻ പോകുന്നില്ലല്ലോ. തേജുങ് അവിടുന്ന് പോകുന്ന കണ്ടിട്ട് യോഹാന് സഹിക്കാൻ പറ്റുന്നില്ല. കൊല്ലട എന്നെ കൊല്ലുന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുക്കുന്നുണ്ട്. തേജുങ് സ്ക്രീനിലേക്ക് നോക്കുമ്പം ഇപ്പോഴും ആ ഒരു അനിയൻ മരിച്ച വീഡിയോ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നീ ജീവനോടെ ഇരുന്ന് എല്ലാത്തിനും പേ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരട്ടിയും കൂടെ വന്ന് കൊടുക്കുന്നു. മരിച്ചോന്നറിയത്തില്ല, അങ്ങനെയേ മയങ്ങി പോകുന്നുണ്ട്. തേജുങ് പ്രതികാരം വീട്ടി പുറത്തേക്ക് വരുമ്പം അവിടെ സ്ക്രീൻ മൊത്തം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പുറത്ത് ആ സ്കൾപ്ചറൊക്കെ ഉള്ള സ്ഥലത്ത് മൊത്തം തീ പിടിക്കുന്നു. പിറ്റേന്ന് ന്യൂസില് ഇന്നലെ നടന്ന ഫയറില് യോഹാൻ മരിച്ചു എന്നും യോഹാൻ ഇത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതൊക്കെയുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. കൊലപാതകം ചെയ്തത്, മറിച്ചത്, മറ്റുള്ളവരുടെ മേലെ പഴി ചാർത്തിയതടക്കം എല്ലാ കാര്യങ്ങളും. യോൺഷിക്കും മരിച്ചിട്ടില്ല, ഹോസ്പിറ്റലിലാണ് ഉള്ളത്. കണ്ണുറന്ന യൂൻബീന്റെ അടുത്ത് തേജു ഇങ്ങനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. യോഹാൻ തേജുങ്ങിന്റെ മേലെ പഴി ചാർത്തിയതാണെന്ന് മനസ്സിലാക്കി കോടതി തേജുങ് കുറ്റവാളിയല്ലെന്ന് വിധി പുറപ്പെടുവിക്കുന്നുണ്ട്. 5-6 കൊല്ലമായിട്ടുള്ള കഷ്ടപ്പാടിന് ശേഷം നീതി കിട്ടിയെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ കഷ്ടപ്പെട്ടതിന് ഫലം ഉണ്ടായി. അതിനുശേഷം തേജുങ് നേരെ പോകുന്നത് അമ്മേന്റെ അനിയന്റെയും ചിത വെച്ചിടത്തേക്കാണ്. പിന്നെ നമ്മൾ കാണുന്നത് 6 മാസത്തിന് ശേഷം തേജുങ് അവന്റെ സ്വീറ്റ് ആയിട്ടുള്ള പഴയ ലോകത്തേക്ക് പോകുന്നതാണ്. മുന്നത്തെ പോലെ ചകിരിച്ചോറോ വളവോ മേടിച്ചോണ്ട് വരുന്നുണ്ട്. ഫസ്റ്റ് എപ്പിസോഡിൽ കാണിച്ച കണക്ക് തന്നെ അവന്റെ ഫ്രണ്ട്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ സീരിയസ് ആയിട്ട് ചെടി നടുന്നതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പം അവൾ അവിടെ ഇരുന്ന് വായി നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് നമ്മുടെ ചെടികാടും വരുന്നുണ്ട്, അതും ചെടിയും കൊണ്ട്. തേജുങ് ഒരു ചെടി ശരിയാക്കി കൊടുത്തായിരുന്നല്ലോ, അതേ ചെടികാടിന്റെ പേര് യാങ് എന്നാണ്. ഹീറോ ഓഫീസർ യാങ് എന്ന് വിളിക്കുമ്പം ഫുൾ നെയിം പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഓഫീസർ യാങ് എന്ന് പറയുമ്പം ആ ഒരു ജയിൽ പുള്ളി എന്നുള്ള ഒരു ഫീല് വരുമല്ലോ. അത് വേണ്ട, നീ അങ്ങനെ അല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ഹാപ്പി. അവിടെ കുറെ ചെടിയും ഉണ്ട്. അത് മാത്രമല്ല ഒരു ചെറിയ കഫേ സെറ്റപ്പുമാണ്. അവിടെ യോൺഷിക്ക് അടക്കമുണ്ട്. എല്ലാവരും ഹാപ്പി. കടയൊക്കെ അടച്ചതിന് ശേഷം തേജുങ് അവന്റെ ഫ്രണ്ട്സ് യൂൻബിയൊക്കെ കൂടി ഇരുന്ന് ഡ്രിങ്ക്സ് കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മനസ്സ് നിറയുന്ന കണക്കൊരു ഫീല്. എല്ലാം ഫുൾഫിൽ ആയെന്നും പറഞ്ഞ് നമ്മൾ നോക്കിയിരിക്കുമ്പം ഈവൻ ഈ സീനൊക്കെ കണ്ടിട്ട് സംഭവം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ബാക്ക് അടിച്ചു വരെ പോയി. പക്ഷെ പിന്നെയാണ് നമുക്കുള്ള ടെസ്റ്റ് വെച്ചേക്കുന്നത്. ലാസ്റ്റ് തേജുങ് യോഹാനെ കത്തി വെച്ചിങ്ങനെ തോളിൽ കുത്തി സ്ക്രീനിൽ നിർത്തിയില്ലായിരുന്നോ? ആ സ്ക്രീൻ ഫുള്ള് പോകുന്നതടക്കം യോഹാന്റെ ജീവിതത്തിൽ നടക്കുന്നതടക്കം ഒരുപാട് കാര്യങ്ങള് വേറൊരു ബിഗ് സ്ക്രീനിന്റെ മുന്നിൽ ഇരുന്ന് കാണുന്ന ആരെയോ കാണിക്കുന്നുണ്ട്. ഫേസ് കാണിക്കുന്നില്ല, യോഹാന്റെ അടുത്ത് ഉണ്ടായിരുന്ന അതേ സെറ്റപ്പ്, പക്ഷെ അതുപോലും വേറൊരു സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? യോഹാൻ ജീവനോട് ഉണ്ട് എന്നാണോ? അതിനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. അങ്ങനെയല്ലാന്നുണ്ടെങ്കിൽ യോഹാന് പോലും മേലെ വേറൊരാൾ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. അതെന്ത് തന്നെയായാലും ഇങ്ങനെ ഇവിടെ ഒരു കൂറ്റൻ ട്വിസ്റ്റ് വെച്ചുകൊണ്ടാണ് സീരീസ് കഴിയുന്നത്.
സീസൺ 2 ഉണ്ടാവുന്നായിരിക്കും അവർ ഈ സീനും കൊണ്ട് ഉദ്ദേശിച്ചത്. എന്തായാലും വല്ലാത്തൊരു ചെയ്ത്തായി പോയി. ഒരു ചെറുക്കൻ ഇപ്പോഴാണ് കുറച്ച് മനസമാധാനത്തോടെ ജീവിക്കാൻ പോകുന്നത്. ഇനി എന്തൊക്കെ പ്രശ്നം വരുമോ? തേജുവിനല്ല പണി വരുന്നെങ്കിൽ പോലും മറ്റൊരാള് എന്നല്ല ഒരുപാട് പേര് പിന്നെയും ഇരയായേക്കാം. സീസൺ 2 ഇല്ലെങ്കിൽ ഇങ്ങനൊരു സിസ്റ്റം ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ള ഒരു മെസ്സേജിലൂടെയാണ് ഈ സീരീസ് കഴിയുന്നത്. ഡ്രാമയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എന്റേത് ചെറുതായിട്ടൊന്ന് പറയാം. ഒരു ആക്ഷൻ ത്രില്ലർ എന്നുള്ള രീതിക്ക് സൂപ്പർ ആയിട്ടുള്ള സീരീസ് ആണ്. ഇനി എന്ത് നടക്കുന്നുള്ളത് അത് ഓരോ സെക്കൻഡിൽ പോലും ഭയങ്കര ക്യൂരിയസ് ആയിട്ട് വെക്കും. ചില സമയത്തൊക്കെ ഭയങ്കര ഗൂസ് ബംസ് ഒക്കെ വരുന്ന കാണാം. ഈ സീരീസ് കണ്ടതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളൊരു വ്യൂ പോയിന്റ് വന്നു. അത് നല്ലൊരു കാര്യമാണ്. ഈ ഡിജിറ്റൽ വേൾഡില് എന്ത് വേണേലും നടക്കാം. റൊമാൻസ് എന്ന് പറയുന്ന ഒരു സാധനേ ഇല്ല. അത് വലിയ കാര്യമൊന്നുമല്ല. യോൺഷിക്കിന്റെയും യൂൻബിന്റെയും അച്ഛൻ മകൾ എന്നുള്ള ബന്ധം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഹീറോയുടെയും വില്ലന്റെ ആക്ടിങ് ആണ്. ആ ജയിലിൽ പോയിട്ട് ഡിപ്രഷൻ അടിച്ചിരുന്ന ആ ഒരു സീനൊക്കെ മൊത്തത്തില് ഭയങ്കരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ യോഹാന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുമാതിരി വല്ലാത്തൊരു സൈക്കോ ആണല്ലോ. ഇതിനി എന്താ ചെയ്യാൻ പോവാന്നാണ് ത്രൂ ഔട്ട് ദ സീരീസ് ആലോചിക്കുക. പക്ഷെ അതേ സമയം രസിച്ചിരിക്കാനും തോന്നും. ഭയങ്കര ആക്ടിങ് ആണ്. പിന്നെ നമ്മുടെ പുള്ളിക്കാരിനെ മൊത്തത്തിൽ സംശയിക്കാനിരിക്കുന്നു. എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്തതെന്ന് അറിയത്തില്ല. യോഹാന്റെ അടുത്ത് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നടക്കുന്നത്, അതോ ശരിക്കും യോഹാന്റെ അമ്മ അവര് തന്നെയാണോ എന്ന് അറിയത്തില്ല. കാരണം ആന്റി അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുമില്ല. ഇനിയിപ്പോൾ യോഹാന്റെ അച്ഛനും അമ്മയും മരിക്കാൻ തന്നെ കാരണം ഇവരാണോ എന്ന് അറിയത്തില്ല. അങ്ങനെ മൊത്തത്തിലൊരു മിസ്റ്ററി. ബാക്കി എന്തെങ്കിലും പ്രോൺസ് ആൻഡ് കോൺസ് ഉണ്ടോ എന്ന് എൻ്റെ മൈൻഡിൽ ഇപ്പോൾ വരുന്നില്ല. പക്ഷേ ഓവറോള് നല്ലൊരു ആക്ഷൻ ത്രില്ലർ സീരീസ് ആണ്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത്. എനിക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സീൻ പറഞ്ഞ് നിങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ അത്രത്തോളം സന്തോഷം.